ട്രേഡ് യൂണിയനുകൾ, കർഷക തൊഴിലാളി സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കേന്ദ്ര സർക്കാർ തൊഴിൽ, കാർഷിക മേഖലകളിൽ അനുദിനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ തലത്തിൽ നടത്തുന്ന ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഉപരോധം. നൂറുകണക്കിന് തൊഴിലാളികളും കർഷക തൊഴിലാളികളും പങ്കെടുത്തു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KN ബാലഗോപാൽ MLA ഉപരോധം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നടപടികൾ നടപ്പാക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലേതെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ അട്ടിമറിച്ചു. സാമൂഹ്യ ക്ഷേമ പെൻഷൻ ബാങ്ക് വഴിയാക്കിയത് പദ്ധതി അവസാനിപ്പിക്കാൻ വേണ്ടിയാണെന്നും KN ബാലഗോപാൽ ആരോപിച്ചു. വരുമ്പോൾ തന്നെ മറുവശത്ത് പെൻഷൻ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ നാട്ടിലെ 62 ലക്ഷം പേർക്ക് എല്ലാ മേഖലയിൽ നിന്നുള്ളവർ മേടിക്കുന്നുണ്ട് പെൻഷൻ. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സംവിധാനത്തെ തകർത്ത് ഇനി അത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രമേ പറ്റൂ എന്നുള്ള തീരുമാനം വരുന്നു. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറിന് വേണ്ടവരെ ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുന്നത് നമ്മളെതിരില്ല. കേരളത്തിൽ ഇപ്പോൾ പെൻഷൻ മേടിക്കുന്ന പകുതിയോളം ആളുകൾ ബാങ്ക് ട്രാൻസ്ഫർ വഴി തന്നെയാണ് മേടിക്കുന്നത്. ബാക്കി ആളുകളുണ്ട്, 30 ലക്ഷത്തിനകത്ത് ആളുകളുണ്ട്. അവർക്ക് അവരുടെ തന്നെ ഓപ്ഷൻ ചോദിച്ചു, അവർക്ക് ബാങ്കിൽ പോയിട്ട് മേടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം, കിടപ്പ് രോഗികൾക്ക് മാത്രമേ കൊടുക്കൂ തീരുമാനിച്ചാലുള്ള അവസ്ഥ. ബാക്കി പല ആളുകളും 90ഉം 95ഉം വയസ്സായ ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അതേപടി പകർത്തുകയാണ് സംസ്ഥാന സർക്കാർ. വന്ദേ മാതരത്തിന്റെ കാര്യത്തിലും അതാണ് ഉണ്ടായിരിക്കുന്നതെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. വരും നാളുകളിൽ കർഷകദ്രോഹ നടപടികൾ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും ബാലഗോപാൽ പറഞ്ഞു. കൃഷിക്കാർക്ക് സഹായകരമായ അവരുടെ വില ഉറപ്പാക്കുന്ന നിയമങ്ങൾ മാറ്റുന്നു. അതിനു പേരിലാണ് വലിയ കർഷക സമരം വന്നത്. ഇതിനൊപ്പം ഇതെല്ലാമില്ലാതെ വരുന്നു. കർഷക തൊഴിലാളിക്ക് കൂലിയില്ല, അവർക്ക് ജോലിയില്ല, അവരുടെ ഭക്ഷ്യസുരക്ഷയില്ല, തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ വെള്ളം. ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം. ആ പ്രതിഷേധം പലതരത്തിൽ നടക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞതുപോലെ ഒരു സമരത്തിന് വേണ്ടി സമരമില്ലത്. AITUC ജില്ലാ പ്രസിഡന്റ് OPS സലാം അധ്യക്ഷനായി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥൻ, ജില്ലാ സെക്രട്ടറി K അനിൽകുമാർ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ജോസഫ് ഫിലിപ്പ്, സെക്രട്ടറി KM രാധാകൃഷ്ണൻ, KSKTU ജില്ലാ പ്രസിഡന്റ് PV സുനിൽ, സെക്രട്ടറി MK പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.